ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റിന് വീരമൃത്യു. ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. എയർ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചു. ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിനടുത്താണ് അപകടം സംഭവിച്ചത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, വളരെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ്. തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റിന് വീരമൃത്യു. ജിഷ്ണു, പറയൂ, എന്താണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ആർക്കാണ് വീരമൃത്യു സംഭവിച്ചത്? മറ്റ് വിവരങ്ങൾ കൂടി. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ സമയം 3:30 ഭാരതത്തിൻ്റെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ ലൈവായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ദുബായിലെ അന്താരാഷ്ട്ര വിമാനത്താവളം അൽ മക്തൂം വിമാനത്താവളത്തിനടുത്ത് ഈ വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കി രണ്ടാമത്തെ റൗണ്ടിന് ഒരുങ്ങുമ്പോഴാണ് തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുന്നത്. ആദ്യം ആ വിമാനം ചെരിയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പിന്നീട് നിലത്തേക്ക് പതിച്ചൊരു തീഗോളമായി മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ എയർഫോഴ്സിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഈ വ്യോമസേനയുടെ അല്ലെങ്കിൽ ഈ യുദ്ധവിമാനത്തിലെ പൈലറ്റ് വീരമൃത്യു വരിച്ചു എന്ന വിവരമാണ് എയർഫോഴ്സ് നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ചൊരു വിശദീകരണവും കൃത്യതയും ഇപ്പോൾ എയർഫോഴ്സ് തന്നെ വരുത്തിയിരിക്കുകയാണ്. കാരണം നേരത്തെ നമ്മൾ ലൈവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു, സാധാരണഗതിയിൽ ഇത്തരത്തിൽ അപകടമുണ്ടാകുമ്പോൾ പൈലറ്റിന് ഇജക്റ്റ് ചെയ്ത് പാരച്യൂട്ടിൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങളിലൊന്നും തന്നെയും അത്തരത്തിൽ പാരച്യൂട്ട് പോകുന്നതോ അല്ലെങ്കിൽ പൈലറ്റ് ഇജക്റ്റ് ചെയ്തു പോകുന്നതോ പാരച്യൂട്ടിൽ ഇറങ്ങുന്നതോ അത്തരത്തിലൊരു ദൃശ്യവും കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് പൈലറ്റിന് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് സമാനമായി ഇപ്പോൾ എയർഫോഴ്സ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. എയർഫോഴ്സ് 3 വാക്യങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായി നൽകിയിട്ടുള്ളത്. ഈ ദുബായ് എയർ ഷോയ്ക്കിടെ ഭാരതത്തിൻ്റെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണു. മാരകമായി പരിക്കേറ്റ പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം നിൽക്കുന്നു. എന്താണ് അപകട കാരണം എന്നറിയുന്നതിന് കോർട്ട് ഓഫ് എൻക്വയറി ആരംഭിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ഔദ്യോഗികമായും ഇപ്പോൾ വ്യോമസേന അറിയിച്ചിട്ടുള്ളത്, എയർഫോഴ്സ് അറിയിച്ചിട്ടുള്ളത്. ഈ അപകടം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ചൊരു വിശദമായ കൃത്യമായ അന്വേഷണം നടക്കും. ഒപ്പം അപകടം നടന്ന സ്ഥലത്ത് ഭാരതത്തിൻ്റെ വിദഗ്ധ സംഘം പരിശോധന നടത്തും. കാരണം തേജസ് എന്നുള്ളത് ഭാരതത്തിൻ്റെ അഭിമാന യുദ്ധവിമാനമാണ്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഭാരതത്തിൻ്റെ ആകാശക്കോട്ടയിൽ കാവലായി നിൽക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷണത്തിനും അതിർത്തി മേഖലയിലും ഭാരതത്തിൻ്റെ സൈന്യത്തിന് കരുത്തായി നിൽക്കുന്ന യുദ്ധവിമാനമാണ് തേജസ് എന്നുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും. ഇതൊരു എയർ ഷോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൈലറ്റും കൺട്രോൾ റൂമും തമ്മിൽ കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടന്നിട്ടുണ്ടാകണം. ഈ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് അത്തരത്തിലേതെങ്കിലും കമ്മ്യൂണിക്കേഷൻ വിമാനത്തിൽ നിന്ന് കൺട്രോൾ റൂമിൽ ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചത് ഉൾപ്പെടെയുള്ള വിശദമായ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം വിഷയത്തിൽ കൃത്യമായ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ എടുത്തിട്ടുള്ളത്. കാര്യക്ഷമമായ അന്വേഷണം നടത്താൻ വ്യോമസേനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണം വ്യോമസേന തയ്യാറെടുക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സമയം 3:30 വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ ദുബായിൽ എയർ ഷോയ്ക്കിടെ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ എയർ ഷോയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ എയർ ഷോയിലെ പ്രധാന ആകർഷണം എന്നുള്ളത് ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം തന്നെയാണ്. അത് കാണുന്നതിനായി വലിയ രീതിയിൽ ആളുകൾ എത്തുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ദുഃഖകരമായൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായിട്ടുള്ള സംഭവം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഭാരതത്തിൻ്റെ ആകാശ മേഖലയിൽ കരുത്തായി നിൽക്കുന്ന, സൈന്യത്തിന് കരുത്തായി നിൽക്കുന്ന, അതിർത്തി മേഖലയിലും അല്ലാതെയും നിരീക്ഷണത്തിനുൾപ്പെടെ ഉപയോഗിക്കുകയും യുദ്ധവിമാനങ്ങളിൽ ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള തേജസ്സാണ് ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. ഒന്ന്, പൈലറ്റ് വീരമൃത്യു വരിച്ചു. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ അപകടം നടന്നത് എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് വ്യോമസേന അറിയിച്ചിട്ടുള്ളത്. ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെയാണ് ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എയർ ഷോയ്ക്കിടെ തേജസ് തകർന്നു വീഴുന്നത്. നമുക്ക് ആദ്യം ആ തേജസ് ചരിയുന്നതും പിന്നീട് നിയന്ത്രണം തെറ്റി നിലംപതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പൈലറ്റിന് വീരമൃത്യു സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം, പൈലറ്റിൻ്റെ മരണം
ഇന്ത്യൻ വ്യോമസേന സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു അന്വേഷണം വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ വീരമൃത്യു സ്ഥിരീകരിക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു കണ്ടെത്തൽ ഇനിയും വന്നിട്ടില്ല. ഒരു കൃത്യമായ ഒരു അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അപകടം എന്നുള്ളതാണ്. എയർ ഷോ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദുബായ് അൽ മക്തൂം വിമാനത്താവളത്തിനടുത്താണ് ഈ അപകടം സംഭവിച്ചത്. ജിഷ്ണുകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.